ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല്ലരി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛമ്മ കയറി വന്ന ചന്ദ്രമതി അങ്ങോട്ട് എടുത്തിട്ട് അലക്കുവാണ്. അപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി തല ഊരാൻ നോക്കുവാണ്. രേവതിയുടെ തലയിൽ പഴിയും പറഞ്ഞു. അപ്പോൾ രേവതി ഇവിടെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി പറഞ്ഞു, ഞാനാണ് പോയി അച്ഛമ്മയെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അച്ഛമ്മ ചന്ദ്രമതിയോട് ചോദിക്കും. ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് ചന്ദ്ര പറയുക. പാവം എൻ്റെ സുധി, പാവോ അവനാണോടി പാവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക അച്ഛമ്മ. ഇത്രയൊക്കെ ആയിട്ടും നീ അവനെ എന്താടി മനസ്സിലാക്കാത്തതെന്നും അച്ഛമ്മ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുക കേട്ടോ. ചന്ദ്രൻ നേരം സച്ചിയെ തുറിച്ച് നോക്കുക, അതുപോലെ തന്നെ രേവതിയെയും. അങ്ങനെ അവർ രണ്ടുപേരെയും മാറി മാറി തുറിച്ച് നോക്കി നിൽക്കുമ്പോൾ രവി എന്തിയെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്പറത്തുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. ഞാനോ? അങ്ങനെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പിന്നെയും ചന്ദ്രൻ നിൽക്കുക. നിന്നോടല്ലേടി പറഞ്ഞത്, എന്താ നീ പോവാത്തേന്ന് ചോദിച്ചു. അന്നേരം അച്ഛമ്മ, ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം, ഇവർ തമ്മിൽ മിണ്ടാറില്ല, പിന്നെ അങ്ങനെ ചെന്ന് വിളിക്കുമെന്ന് സച്ചി ചോദിച്ചു. ഓഹോ, അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛമ്മ നേരെ ചന്ദ്രമതിയുടെ അരികിൽ നിന്ന് നേരെ രവിയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ രവിയേട്ടൻ അവിടെ പുറത്ത് ഇങ്ങനെ വിഷമിച്ച് ഒരു മൂലയ്ക്ക് പോയിരിക്കും. അപ്പോഴത്തേക്ക് അമ്മ ചെന്നു. മോനേന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും അമ്മയെ കണ്ട് ഓടി വന്നു രവിയേട്ടൻ. അമ്മ എന്താ ഓർക്കാപ്പുറത്ത് ഓടി വന്നേ? അമ്മ വരുന്നവർ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ എന്നോട് പറയാറുണ്ടോ എന്ന് അമ്മ മോനോട് ചോദിക്കുക. അന്നേരം അല്ല, ഇവിടെ അതിനിപ്പോൾ എന്താ അമ്മ നടന്നേ? പ്രത്യേകിച്ചൊന്നും നീ പറഞ്ഞില്ലെന്ന് വെച്ച് ഞാനൊന്നും അറിയില്ലെന്നാണോ നീ വിചാരിച്ചത് എന്ന് അച്ഛമ്മ എന്നിട്ട് ചോദിക്കുക. ഇവിടെ നടന്നതൊക്കെ സച്ചി എന്നോടെല്ലാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. നിനക്കെന്താടാ 10-27 വയസ്സാണോ? ആണോ? ഭാര്യയോട് വഴക്ക് കൂടി ഇങ്ങനെ പിണങ്ങി നടക്കാൻ ഞാൻ എന്താ കൊച്ചു കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ അവൾ ചെയ്തത് അത്രയ്ക്കും മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായിടാ. അവൾ ആദ്യമായിട്ടാണോ നിന്നോടോ അല്ലെങ്കിൽ ഇവിടെയുള്ളവരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ലല്ലോ. അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു അച്ഛമ്മ. അവളുടെ പുന്നാര മോൻ സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു മണ്ടത്തരം പോലും കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മേ, ചന്ദ്ര രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെടുത്ത് സുധിക്ക് കൊടുത്തതും പോരാ, രേവതിയുടെ അമ്മയുടെയും അതുപോലെ നിങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു കുറ്റം. അവൾ ഒരു മനസാക്ഷിയില്ലേ അമ്മേ അവൾക്കൊന്ന് ചോദിച്ചപ്പം അതാണ് അവളുടെ ഗുണമെന്ന് അച്ഛമ്മ പറയും. അവൾ പണ്ടേ അങ്ങനെയാണല്ലോ. എടാ, പറഞ്ഞിട്ട് അതിലൊന്നും കാര്യമില്ല, നീ ഒന്ന് ക്ഷമിക്കടാ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പം അമ്മേ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ, ഈ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. ക്ഷമിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഇനി എന്നെക്കൊണ്ട് വയ്യമ്മയെന്ന് പറഞ്ഞു. അവളുടെ സ്വഭാവം എന്താ അമ്മ മാറാത്തതെന്ന് ചോദിക്കുമ്പോൾ എടാ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടടാ മോനെ, എന്ത് പറഞ്ഞാലും അവൾ നിൻ്റെ ഭാര്യയല്ലേടാ എന്നിങ്ങനെ അമ്മ ചോദിക്കുക. നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ അവൾക്ക്, പിന്നെന്നാ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, എന്നാ ചെയ്യാനാ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുക. അല്ല, എത്ര നാൾ നീ ഇങ്ങനെ അവളോട് മിണ്ടാതിരിക്കും? പിന്നെ മക്കളും മരുമക്കളും ഒക്കെ ഇല്ലേടാ ഇവിടെ. നാളെ അവർക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ നീ അതെങ്ങനെ പരിഹരിക്കും എന്നും അച്ഛമ്മ ചോദിക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ എന്നിങ്ങനെ ചോദിച്ചു രവിയേട്ടൻ. അപ്പം നീ ചന്ദ്രയോട് ക്ഷമിക്കുക, അവളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛമ്മ നമ്മുടെ രവിയേട്ടനെ നിർബന്ധിക്കുക. അപ്പോൾ രവിയേട്ടനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. എടാ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, എനിക്കതെല്ലാം മനസ്സിലായി. പക്ഷേ അമ്മ, ചെയ്ത തെറ്റിന് ചന്ദ്ര രേവതിയോട് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പം അത് വേണ്ട മോനെ, രേവതിയോട് മാപ്പ് പറയാനേ ചന്ദ്രയെ നിർബന്ധിക്കരുതെന്ന് അച്ഛമ്മ പറഞ്ഞു. അവളെ കൊണ്ട് നീ അങ്ങനെ ചെയ്യിക്കരുതെന്നും പറഞ്ഞു. അല്ല, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ചന്ദ്ര ഇപ്പോഴും രേവതി അവളുടെ മരുമകളായി കരുതുന്നില്ല എന്നും മാപ്പ് പറയിച്ചാൽ ചന്ദ്രയ്ക്ക് രേവതിയോടുള്ള വൈരാഗ്യം കൂടത്തേ ഉള്ളൂ. അത് മനസ്സിൽ വെച്ച് പിന്നെ അവൾ നടക്കുകയും ചെയ്യും. രേവതി ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ വീടില്ല ചന്ദ്ര. പിന്നെ അവൾ ചെയ്തതൊക്കെ മറന്നുകൊണ്ട് അവൾ വെറുതെ വിടണമെന്നാണോ അമ്മ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എടാ, വേറെ വഴിയൊന്നും ഇല്ല രവി, ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിനുള്ള മനസ്സ് വരുന്നില്ല അമ്മേ എന്ന് രവിയേട്ടൻ അമ്മയോട് പറയുമ്പോൾ എടാ, ഇത്രയും കാലം നീ അവളെ സഹിച്ചില്ലേ, അവളോട് ക്ഷമിച്ചില്ലേ, ഇപ്പോൾ പിന്നെ എന്താടാ പ്രശ്നമെന്നും ചോദിച്ചാൽ അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുക. എടാ, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് രവിയേട്ടൻ അന്നേരം അമ്മയോട് തിരിച്ചു ചോദിച്ചു. എന്നാലേ നീ വാന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടെ അവിടെ ഇരിക്കുന്നു. ചന്ദ്ര അവിടെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വന്നു. ഇതിപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നെ നേർവഴിക്ക് നടത്തേണ്ട സ്ഥിതി ആയല്ലോ ചന്ദ്രയെന്ന് നമ്മുടെ അച്ഛമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ചന്ദ്ര അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക. സുധിയെ രക്ഷിക്കാൻ നോക്കിയിട്ട് ഇപ്പം നീ പ്രതി ആയില്ലേന്നും ചോദിച്ചു. എല്ലാ മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്നും നീ അത് കേൾക്കാത്തതിൻ്റെ ഭവിഷ്യത്തായി ഇപ്പം അനുഭവിക്കുന്നതെന്നും അച്ഛമ്മ ചന്ദ്രയോട് പറയൂ കേട്ടോ. ഞങ്ങളും സുധിയെപ്പോലെ ആയിരുന്നെങ്കിൽ ഒരുപോലെ കാണുമായിരുന്നു അച്ഛമ്മയെന്ന് സച്ചി നേരത്തേനും പറഞ്ഞു. ചന്ദ്രേ, നീ നോക്ക്, രേവതിയോട് നീ മാപ്പ് പറയേണ്ടതില്ല, പക്ഷേ
നീ മാപ്പ് പറയണം എന്നവൾ ആഗ്രഹിക്കുന്നതുമില്ല. രവിയോട് നീ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ, രവിയോട് നീ മാപ്പ് പറയണം, പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മോനൊരാവശ്യം വന്നാൽ വീട്ടിലിരുന്ന് കള്ളത്തരം കാണിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ അച്ചമ്മ ചോദിച്ചു. നീ കുറുക്ക് വഴി നോക്കി ഈ വീട്ടിലെ എല്ലാവരുമായിട്ട് സംസാരിച്ച് നീ ഒരു വഴി കണ്ടെത്തുകയായിരുന്നില്ലേ വേണ്ടതെന്ന് അച്ചമ്മ ചന്ദ്രയോട് ചോദിക്കുക. അതൊന്നും ചന്ദ്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. ആ ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ ചെയ്ത തെറ്റിന് രവിയോട് ക്ഷമ ചോദിക്കുക, എങ്കിലും പിണക്കം മറന്ന് അവൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു അച്ചമ്മ. അന്നേരം ചന്ദ്രയ്ക്ക് അന്തം വിട്ട് നോക്കാം. അപ്പോൾ ഞാൻ രവിയോട് എന്തിനാ മാപ്പ് ചോദിക്കുമ്പോൾ രവി നിന്റെ ഭർത്താവാ, അവനോട് ക്ഷമ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് അച്ചമ്മ കട്ടായം അങ്ങ് പറഞ്ഞു. അച്ചമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ ചന്ദ്രമതി വല്ലാണ്ടായിട്ടോ. അന്നേരം അച്ചമ്മ ക്ഷമ ചോദിക്കുമ്പോൾ എല്ലാവരും വേണം, ഞാൻ എല്ലാവരും വിളിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ സച്ചി എല്ലാവരും വിളിക്കും, എടാ ഓട്ടക്കാരാ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നു. നോക്കുമ്പോൾ അച്ചമ്മ വന്നിരിക്കും. അച്ചമ്മയെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. അച്ചമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. നിങ്ങളുടെ അച്ഛനും അമ്മയും പിണങ്ങി പരസ്പരം മിണ്ടാതെ വീട്ടിലിരിക്കല്ലേ, അവരുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന കാര്യം അച്ചമ്മ ഇങ്ങനെ പറയണം. അന്നേരം ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. സച്ചിയും രേവതിയും നോക്കി നിൽക്കുമ്പോൾ അച്ചമ്മ ആൻറ്റി ചെയ്തത് തെറ്റാ, അതിലൊരു തർക്കവും ഇല്ല എന്ന് വർഷ പറഞ്ഞു. അപ്പോൾ ശരിയാ മോളെ, ചെയ്ത തെറ്റിന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ചന്ദ്ര ഇപ്പോൾ രവിയോട് ക്ഷമ ചോദിക്കുമെന്ന് അച്ചമ്മ പറയാം. അവിടെ എല്ലാം ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ആവശ്യമായി പോയതുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്ന് ചന്ദ്ര രവിയേട്ടനോട് ക്ഷമ ചോദിക്കുമ്പം ശരിയെന്ന് പറയടാന്ന് പറഞ്ഞു. ശരി എന്ന് അമ്മ പറഞ്ഞതുപോലെ തന്നെ രവിയേട്ടൻ പറഞ്ഞു. പിന്നെ അവിടെ കൈയടിക്കലായി, പാട്ടായി, ഭയങ്കര ഇതായി. അപ്പോൾ അച്ചമ്മ രേവതി മോളെ ചന്ദ്ര പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം ഇല്ല അച്ചമ്മേ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല, എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് വിഷമമായതെന്ന് രേവതി പറഞ്ഞു. മറ്റൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്നും രേവതി പറയും കേട്ടോ. അമ്മ എപ്പോഴും എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, അതൊക്കെ കേട്ട് എനിക്ക് ശീലമായി പോയതല്ലേ, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് രേവതി ഇങ്ങനെ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ പറഞ്ഞിങ്ങനെ നോക്കുക ചന്ദ്ര. കേട്ടല്ല രേവതി മോള് പറഞ്ഞത്, കുടുംബത്തിന് വേണ്ടിയാ ഇവളിതൊക്കെ സഹിക്കുന്നത്, വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നീയേ അവളെ കണ്ടു പഠിക്കുന്ന ചന്ദ്രയോട് അച്ചമ്മ അന്നേരം പറയും. അതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവരെ ഈ കാര്യമെല്ലാം സംസാരിച്ചു. എന്തായാലും രവി ക്ഷമിച്ചെന്നും ഇനി നീ രവിയുടെ അടുത്ത് ചെന്നിരിക്കാനും അച്ചമ്മ പറയുക. ചെല്ല് ചന്ദ്രയെ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിച്ച് രവിയുടെ അടുത്ത് ഇരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. വലിയൊരു കാര്യം ഞാനങ്ങ് മറന്നു പോയി എന്ന് അച്ചമ്മ പറയുമ്പോൾ എന്താ അച്ചമ്മേ എന്ന് ചോദിച്ചു സച്ചി. എടാ സുധി നീ ഇങ്ങ് വന്നേടാ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്താ അച്ചമ്മ ഞാൻ ഓർത്തെടുക്കണമെന്ന് ചോദിച്ചു വന്നു കേട്ടത് സുധി. വേണ്ടടാ മോനെ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നെന്ന് പറഞ്ഞു. എൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു. അയ്യോ എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ അച്ചമ്മ ഇതെന്ന് ചോദിക്കുമ്പം അടിയാടാ, ഇതിൻ്റെ കുറവാ നിനക്കൊന്നും പറഞ്ഞ അച്ചമ്മ അങ്ങ് കൂട്ടത്തില്ലേ, എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തരാണെന്നും പറഞ്ഞ അച്ചമ്മ ശരിക്കും എടുത്തു ഇട്ട് കുടഞ്ഞു. പഠിച്ചവനാണ് അത്ര, പഠിച്ചവൻ നീയാണ്, ഇതൊക്കെയാണോടാ പഠിച്ചതെന്ന് ചോദിച്ചാൽ അച്ചമ്മ ദേഷ്യപ്പെടുക. നിന്റെ അമ്മ ഇതുപോലെ നിന്നെ അടിച്ചു വളർത്തിയിരുന്നെങ്കിലേ നിനക്ക് ബുദ്ധി വന്നേനേന്നും അച്ചമ്മ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുക. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. മോനെ തല്ലിയതും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ അച്ചമ്മയുടെ അടുത്ത് വളരണമായിരുന്നു. എനിക്ക് കിട്ടിയതുപോലെ ആ വേപ്പിൻ്റെ നീളം വടി കൊണ്ട് അടി കിട്ടാത്തതുകൊണ്ടുള്ള കുറവായവനെന്നൊക്കെ ഇങ്ങനെ സച്ചി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞേ. ഇവൻ്റെ അമ്മ ഇവനെ ഓമനിച്ച് വളർത്തി ഇങ്ങനെ ആക്കിയതാണെന്നും മൂത്ത മരുമോളെ നിനക്കെങ്കിലും ഇവനൊന്ന് മാറ്റിയെടുക്കാതിരുന്നില്ലേ എന്ന് ശ്രുതിയോട് അന്നേരം ചോദിക്കുക കേട്ടോ അച്ചമ്മ. അന്നേരം ശ്രുതി ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുക, ഒന്നും പറയാൻ പറ്റാതെ. ഇവൻ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിലേ നീ ഇവനെ കൊണ്ട് കുറേ കഷ്ടപ്പെടേണ്ടി വരും ശ്രുതി മോളെ എന്ന് അച്ചമ്മ അന്നേരം പറഞ്ഞു. ചന്ദ്രയ്ക്കുണ്ടായതുപോലെ നിനക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞു മാറ്റിയെടുത്ത നിനക്ക് കൊള്ളാവുന്നു അച്ചമ്മ ശ്രുതിക്ക് താക്കീത് കൊടുക്കുക. വീട്ടിൽ പറയേണ്ട കാര്യങ്ങളല്ല, അത് ഒളിച്ചു വയ്ക്കുകയല്ല വേണ്ടെന്ന് പറയുമ്പോൾ ശരി അച്ചമ്മയെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ അച്ചമ്മേ, ഇവൻ അച്ഛൻ 50 ലക്ഷം രൂപ കൊടുക്കണമല്ലോ, കൂടാതെ എനിക്ക് സ്വർണ്ണത്തിൻ്റെ കാശും തരാനുണ്ടല്ലോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛന് കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ ബോധവും വരും ഉത്തരവാദിത്വവും വരുമെന്ന് പറഞ്ഞു. ബോധം എന്തായാലും വരില്ല, ഉത്തരവാദിത്വം ചിലപ്പോൾ വരുമെന്ന് സച്ചിയോടെ നേരം ശ്രീകാന്ത് പറഞ്ഞു. ഇത്രയും വലിയ കാശ് നീ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂടാ എന്ന് അച്ചമ്മ ചോദിക്കുക. അന്നേരം കാശ് ഒന്നിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, മാസം ഒരു 50,000 രൂപ വെച്ച് കൊടുക്കാൻ പറ, ഇപ്പോൾ വരുമാനം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിയും അന്തം വിട്ടിങ്ങനെ നോക്കുക. കിട്ടി 50 കയ്യിൽ മടക്കാക്കി വെച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ.
അപ്പം സച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. അന്നേരം അച്ഛമ്മേ, എനിക്ക് അത്രമാത്രം വരുമാനമൊന്നുമില്ല, 50,000 രൂപയൊന്നും എന്നെക്കൊണ്ട് മാസം കൊടുക്കാൻ പറ്റില്ല, എനിക്ക് വേറെയും കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വീട്ടിലുണ്ട് എന്ന് ശ്രുതി ചോദിക്കും. അതൊന്നും അറിയേണ്ട കാര്യം ഞങ്ങൾക്കല്ല, അതൊക്കെ നിൻ്റെ കാര്യമാണ്, അച്ഛന് കാശ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു സച്ചി. അല്ല, കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുമ്പം സച്ചേട്ടൻ പറഞ്ഞത് ഗുഡ് ഐഡിയ തന്നെയാണ്. എന്തായാലും 50,000 രൂപ മാസം അങ്കിളിന് കൊടുക്കണം, അപ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ വരുമെന്ന് നമ്മുടെ വർഷയും ഒരു ഇതായിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ കുറേ കാലമായിട്ട് കാശ് തരാമെന്ന് പറയുന്നുണ്ടല്ലോ, ഇതുവരെ 1 രൂപ പോലും ഇവൻ തന്നിട്ടില്ല, ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല, എനിക്ക് കാശ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് രവിയേട്ടൻ തറപ്പിച്ചങ്ങ് പറഞ്ഞു. മാസാമാസം എനിക്കൊരു 50,000 രൂപ വെച്ച് തരാൻ പറയാനായിട്ട് രവി പറയുമ്പോൾ, രവി പറഞ്ഞത് കേട്ടില്ലേടാ നീ, മാസം 50,000 രൂപ വെച്ച് നീ രവിക്ക് കൊടുക്കണമെന്ന് അച്ഛമ്മയും പറഞ്ഞു. അല്ല അച്ഛമ്മ, എനിക്കത് കാശ് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഒച്ചത്തിലങ്ങ് പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ പറഞ്ഞു തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കൊടുത്തേക്കടാ, ഇനി ഇതിൻ്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് ചന്ദ്രമതിയുടെ വകയൊരു ഔദാര്യം കൂടി. അന്നേരം ശ്രുതിയുടെ നേരെ നോക്കുക നമ്മുടെ ശ്രുതി. നീ എന്തിനാടാ അവളുടെ നേരെ നോക്കുന്നത്? സ്വർണ്ണം എടുത്തപ്പോൾ നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ടായിരുന്നു നീ എടുത്തതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. ശ്രുതി പെട്ട് നിൽക്കുമല്ലേ, അത് ഇവർക്ക് 2 പേർക്കല്ലേ അറിയത്തുള്ളൂ. ശരി അച്ഛാ, ഞാൻ മാസം അച്ഛമ്മ പറഞ്ഞതുപോലെ 50,000 രൂപ വെച്ച് തരാം എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ആ ഒരു ബില്ലും പാസ്സാക്കി. ചന്ദ്രേ, അവൻ പിന്നോട്ട് പോകാൻ വിട്ടേക്കരുത്, ഇവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നീ രവിക്ക് കൊടുത്തോളണമെന്നും അച്ഛമ്മ ചന്ദ്രയോട് പറയാതെ നിൻ്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു. എൻ്റെ ഉത്തരവാദിത്വം എന്നും പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക കേട്ടോ. രവിയേട്ടൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അച്ഛമ്മ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, മക്കളെല്ലാവരും പറഞ്ഞു. അന്നേരം അമ്മ അത് ഞാൻ, അപ്പം നീ ഒന്നും പറയാനിങ്ങ് നിൽക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, നീയാണ് ഇവൻ ഇതുപോലെ ആക്കിയത്, നീ തന്നെ രവിയുടെ പൈസ ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കണമെന്ന് ചന്ദ്രയോടും കട്ടായോ അങ്ങ് പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കഴിഞ്ഞല്ലോ ഇല്ലേ, ഇനി ഇതിൻ്റെ പേരിൽ ഒരു വാക്ക് ഇവിടെ ആരോടും മിണ്ടി പോയേക്കരുതെന്നും പറഞ്ഞ് അച്ഛമ്മ അതിനും അടിവരയിട്ടു. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടാലേ ഒരു വറ്റ് കഴിക്കാൻ പോലും തോന്നില്ല എനിക്ക്. നിങ്ങളൊക്കെ സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നു എന്ന് അറിയുമ്പോഴാണ് എനിക്ക് വേറെ ഒരച്ച് അവിടെ ഒന്ന് ഇരിക്കാനെങ്കിലും പറ്റുന്നതെന്ന് അച്ഛമ്മ ഇങ്ങനെ ഇവരോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരിതുമില്ല. നിങ്ങളുടെയൊക്കെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണെന്നും ഇനി ഇത് മാറ്റി പറയരുതെന്നും അച്ഛമ്മ പറഞ്ഞു. നിങ്ങൾ തരുന്ന സന്തോഷമാണ് എൻ്റെ ഇനിയുള്ള ആയുസ് എന്നും അച്ഛമ്മ ഇങ്ങനെ ഇവരോടെല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയണം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. പിന്നെ മുറിയിൽ ചെന്നിട്ട് ശ്രുതി ഇങ്ങനെ നെട്ടോട്ട് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള പിണക്കം മാറിയില്ലേ, അവർ മിണ്ടിയില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വന്ന ശ്രുതി പറയുവാണ്. അതിന് അവരുടെ പിണക്കം മാറ്റാൻ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ താനെ മിണ്ടിക്കോളുമായിരുന്നു എന്ന് ശ്രുതിയോട് പറയുവാട്ടോ. എന്നെക്കൊണ്ട് അച്ഛൻ്റെ കാശ് കൊടുപ്പിക്കാൻ വേണ്ടി അവൻ തന്ത്രപൂർവ്വം അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ശ്രുതി പറയുക. ഇത് നമ്മൾ എന്നാ ചെയ്യും, മാസം 50,000 രൂപ വെച്ച് 50 ലക്ഷം രൂപ കൊടുത്ത് തീർക്കണമെന്ന് എന്നാ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ശ്രുതി. ഞാനത് എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം ശ്രുതിയുടെ അച്ഛൻ്റെ കാശല്ലേ അത്, അതിൽ ശ്രുതിക്കും അവകാശമുള്ളതല്ലേ എന്ന് ശ്രുതി ചോദിക്കും കേട്ടോ. ഒരു ഷെയർ ശ്രുതിക്കും കിട്ടേണ്ടതാണെന്നും അതെ അത് കഴിച്ചു കൊടുത്താൽ മതിയെന്നും ശ്രുതി പറയുന്നു. 50 ലക്ഷം ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ, അതെനിക്ക് ഓടിയില്ല, ഞാൻ പോയിട്ട് ഇതവരോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പറയാൻ പോകുമ്പോൾ ഓടി പോവല്ലേ, ഇപ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് നിൽക്കും. കാശ് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. പിന്നെ പൈസ കൊടുക്കാനുള്ളത് അത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ 2 പേരും കൂടെ നിൽക്കുമ്പോഴാണ് ചന്ദ്ര ഓടിക്കയറി മുറിയിലേക്ക് വരുന്നത്. ചന്ദ്ര ഓടിക്കയറി വന്ന് മുറി അടച്ച് കുറ്റിയിട്ടു. അമ്മ ചെന്ന് മോനോടും മരുമോളോടും സംസാരിക്കുക. എല്ലാവരുടെ മുന്നിൽ ഞാനിപ്പോൾ ആരായി, എല്ലാം ഇവന് വേണ്ടിയല്ലേ, അതെന്താ ആരും മനസ്സിലാക്കാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ കിടന്നല്ലോ അറിഞ്ഞത്തുള്ളൂ. അന്നേരം സാരില്ല ആൻറ്റി, അങ്കിളിനോടല്ലേ ക്ഷമ ചോദിച്ചത്, അല്ലാതെ രേവതിയോടല്ലോ. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, ഇപ്പം അങ്കിൾ ആൻറ്റിയോട് മിണ്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. ഈ ജന്മം അദ്ദേഹം എന്നോട് മിണ്ടില്ലെന്നാണ് ഞാൻ കരുതിയതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇവരോട് വന്ന് പറയൂ കേട്ടോ. അങ്കിൾ ആൻറ്റിയോട് സംസാരിക്കാതിരുന്നപ്പോൾ അങ്കിളിനെ മിസ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ ശ്രുതി. എന്തോ പോലെ തോന്നിയിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇപ്പം എന്നോട് മിണ്ടിയിരിക്കുന്നത്, അല്ലാണ്ട് സ്വയം മനസ്സാലൊന്നും അല്ല, എന്നോടുള്ള ദേഷ്യം പൂർണ്ണമായും പോയിട്ടൊന്നുമില്ല എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാം. എല്ലാം കണ്ട പൂ കെട്ട് നമ്മൾ മനസ്സിൽ ചിരിക്കുക എന്നും പറഞ്ഞ ചന്ദ്ര. ഇവൻ കാരണം എനിക്കിങ്ങനെ ഒരു സ്ഥിതി വന്നെന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ കുറ്റം പറയുമ്പോൾ അമ്മ ഞാൻ എന്നാ ചെയ്യാനാ അമ്മയെന്ന് ചോദിച്ചു. നീ ഒന്നും ചെയ്യണ്ട എടാ, കള്ളത്തരം കാണിക്കാൻ മാത്രമാണോടാ നിനക്കറിയത്തുള്ളൂ, നിന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കൊള്ളത്തില്ലാന്ന് എനിക്ക് മനസ്സിലായടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മോനെ കുറ്റപ്പെടുത്തുന്നു. രവിയേട്ടന് കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടെത്തണമെന്നും പറഞ്ഞ് ശ്രുതിയോടും ഇങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.